പോയ ദിവസത്തെ അശ്വമേധ യാത്ര പിന്നിട്ടപ്പോൾ അജയ് ഘോഷ് എന്ന മത്സരാർത്ഥി റഹിം സ്റ്റെർലിങ്ങിനെയും റോബിൻ ശർമ്മയെയും 2 റൗണ്ടുകളിലായി മനസ്സിൽ വിചാരിച്ച് 2 റൗണ്ടിലും വിജയിച്ച് തന്റെ കുതിപ്പ് മുന്നോട്ട് തുടരുകയായിരുന്നു. സമയത്തിന്റെ അവസാന നിമിഷത്തിൽ 3-ാം റൗണ്ട് ആരംഭിക്കാൻ കഴിയാതെ പോയ ആ മത്സരത്തിന്റെ തുടർച്ച ഇന്ന് ഇവിടെ നടക്കുന്നു. വിജയദാഹവുമായി അജയ് ഘോഷ് എത്തുന്നു. അജയ്യനായി മാറട്ടെ അജയ് ഘോഷ് എന്ന ആശംസകളോടെ ലെറ്റ്സ് വെൽക്കം അജയ് ഘോഷ്. പ്ലീസ് വാക്ക് ഇൻ. Welcome back, Ajay Ghosh. Thank you. New look. You happy? Yeah. Come on, go ahead. 3-ാം റൗണ്ട്. So, Ajay Ghosh, all the best. Thank you. രേഖ, അജയ് ഘോഷിന്റെ 3-ാമത്തെ തെരഞ്ഞെടുപ്പും അംഗീകരിക്കുന്നു. ഘോരഘോരമായി. Approach. Yes. Please. അജയ് ഘോഷ് എഴുതാറുണ്ട്. ചെറുതായിട്ട് എന്താണ് എഴുതുന്നത് കൂടുതൽ? കവിത തന്നെ. കവിതകൾ. ഡയറി എഴുതാറുണ്ട്. ഡയറി എഴുതാറുണ്ട്. എല്ലാ ദിവസവും. ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ നടക്കാറില്ല. എഴുതി ഏതെങ്കിലും ഒരു കവിതയുടെ 4 വരി. ഞാൻ എഴുതിയിട്ട് എൻ്റെ കസിൻ മ്യൂസിക് ചെയ്തൊരു സോങ് ഉണ്ട്. 6 വരിയേ ഉള്ളൂ. നല്ല ഉച്ചത്തിൽ. പാതിവിരിയിട്ട ജാലകത്തിലെ പാതിചാരിയ പോളയിൽ വീഴാതെ, പാതിവിരിയിട്ട ജാലകത്തിലെ പാതിചാരിയ പോളയിൽ വീഴാതെ, പാതി കൂന്തൽ മറച്ചൊരാ നിൻമുഖം തേടിയെത്തിയൂരിൻമിഴിയമ്പുകൾ, പാതി കൂന്തൽ മറച്ചൊരാ നിൻമുഖം തേടിയെത്തിയൂരിൻമിഴിയമ്പുകൾ, വീണു നിൻമുഖം ഓ വീണു നിൻമുഖം പാതിമറച്ചൊരാ പഞ്ചബാണങ്ങൾ ചേർന്ന വലങ്കയിൽ. പ്രണയിക്കുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല. അതെന്തോ ഇല്ല പറയാൻ എത്ര ഡിലേ? പ്രണയമുണ്ട്, കവിതയോട് പ്രണയമുണ്ട്, എന്താ പറയുക, പുസ്തകങ്ങളോട് പ്രണയമുണ്ട്, ഇങ്ങനെയുള്ള അവസരങ്ങളോട് പ്രണയമുണ്ട്. മൂവിങ് ഒബ്ജക്ട്സിനോട് പ്രണയമില്ല. ആണോ? അങ്ങനെയാണോ? അല്ല, അങ്ങനെ എന്താ പറയുക, പ്രണയിക്കാനായിട്ട് കമ്പ്യൂട്ടറിന്റെ ബട്ടണുകളിൽ വിരലമർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തലച്ചോറ് വലുതാവുകയും പ്രണയിക്കാൻ കൊതിക്കുന്ന ഹൃദയം ചെറുതായി പോവുകയും ചെയ്യുന്നുണ്ടോ അജയ് ഘോഷ്? ഒരിക്കലും ഇല്ല. പ്രണയിക്കാൻ കൊതിക്കുന്ന ഹൃദയം എന്താ പറയുക ചെറുതാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകങ്ങളോടോ പാട്ടുകളോടോ കവിതകളോടോ ഇഷ്ടം തോന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. There you are. ആ ഇഷ്ടങ്ങളുള്ള ഒരാൾ ഈ പ്രായത്തിൽ, ഒരു ചെറുപ്പക്കാരൻ എന്തായാലും ഏറ്റവും കുറഞ്ഞത് ഒരു പ്രണയലേഖനമെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും എഴുതി കാണണം. എഴുതിയിട്ടുണ്ട്. പ്രണയമില്ല, ഉണ്ടായിരുന്നു. എന്തായാലും ആ കക്ഷിയെ കാണുമ്പോൾ എൻ്റെ അന്വേഷണം പറഞ്ഞേക്ക്. തീർച്ചയായിട്ടും. ശരി, നമുക്ക് ആരംഭിക്കാം. അജയ് ഘോഷ്, ഈ നിർണായകമായ 3-ാം റൗണ്ടിൽ അജയ് ഘോഷ് വിചാരിച്ചത് ഒരു പുരുഷനെയാണോ? അതെ. ഏഷ്യൻ? അതെ. ആണ്. അതെ. ഇന്ത്യൻ? അതെ. മലയാളി? അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. 50 വയസ്സ് കഴിഞ്ഞോ? ഇല്ല. സ്പോർട്സ്? അല്ല. രാഷ്ട്രീയം, കലാ, സാഹിത്യം? അല്ല. ബന്ധുത്വം വഴിയോ സംഭവം വഴിയോ ഉള്ള പ്രശസ്തി? അല്ല. സയൻസ്, സ്പേസ്, അഡ്വഞ്ചർ? അല്ല. 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി 10 ചോദ്യങ്ങൾ മാത്രം. പകുതി സമയം കഴിഞ്ഞു. ഒരു സംഭവം വഴിയോ ബന്ധുത്വം വഴിയോ ഉള്ള പ്രശസ്തി അല്ല എന്ന് പറഞ്ഞു താങ്കൾ. രാഷ്ട്രീയം, കലാ, സാഹിത്യം അല്ല എന്ന് പറഞ്ഞു. സ്പോർട്സ്, സയൻസ്, സ്പേസ് അല്ല എന്ന് പറഞ്ഞു. മതപരമാത്മീയം, സാമൂഹ്യ പ്രവർത്തനം? അല്ല.
അല്ല. ബിസിനസ്, ഒഫീഷ്യൽ, പ്രൊഫഷണൽ. ഒഫീഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ്? ഒഫീഷ്യൽ എന്ന് പറയുമ്പോൾ ഔദ്യോഗിക വൃത്തി. ഓക്കെ. അല്ല. ബിസിനസ് അല്ല, ഒഫീഷ്യൽ അല്ല, പ്രൊഫഷണൽ അല്ല. ഐ തിങ്ക് ഹീസ് പേഴ്സൺ, നിങ്ങൾ വിചാരിച്ച വ്യക്തി ഈ 3 മേഖലയിൽ ഉള്ള ഒരാളാണ്. So that is a lifeline, sir. A professional like media. Yes. He's a performer in a media. No. അദ്ദേഹം മീഡിയയിലൂടെ അദ്ദേഹത്തെ കാണാൻ കഴിയുന്നുണ്ടോ നമുക്ക് എന്നാണ് ചോദ്യം. ഇല്ല. കാണാൻ കഴിയുന്നുണ്ടോ എന്നാണ്. ആ, കാണാൻ കഴിയുന്നുണ്ട്. ശരിയാണ്, കാണാൻ കഴിയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ന്യൂസ് റീഡർ ഒരു പെർഫോമറാണ്, നമുക്ക് കാണാൻ കഴിയും. അതേസമയം ഒരു ക്രിയേറ്റർ എന്ന് പറയുന്നത് മറ്റൊന്നാണ്, കാണാൻ കഴിയാത്ത ഒരാളാണ്. ഇത് കാണാൻ കഴിയുന്നുണ്ട്. ഉണ്ട്. എനിത്തിങ് ടു ഡു വിത്ത് ക്യൂസിംഗ്? നോ. No. 15. Recently, whether he was in any controversy or any legal trials? അതെ, ഉണ്ട്. ഉണ്ട്. അർണബ് ഗോസ്വാമി? അല്ല. 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 Is he above 45? അതെ. അതെ. അദ്ദേഹത്തിന് പനാജിയിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു നിയമപരമായി? ഇല്ല. ഇല്ല. സെഫോളജിയുമായി എന്തെങ്കിലും ബന്ധം? ഇല്ല. 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 Is he Muslim? No. യെസ്, അജയ് ഘോഷ്. വീണ്ടും അജയ് ഘോഷ് അജയനാണ്. പറയൂ, ആരെയാ വിചാരിച്ചു? രജ്ദീപ് സർദേശായി. രാജ്ദീപ് സർദേശായി. One of the easiest picks, but you have won it. രാജ്ദീപ് സർദേശായി ഇന്ത്യയിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനും ഇന്ത്യ ടുഡേ ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ കൺസൾട്ടിംഗ് എഡിറ്ററുമാണ് രാജ്ദീപ് സർദേശായി. അദ്ദേഹം മുൻപ് IBN 18 നെറ്റ്വർക്കിന്റെ എഡിറ്റർ ഇൻ ചീഫും ആയിരുന്നു. മുൻ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്ററായ ദിലീപ് സർദേശായിയുടെ മകനായി 1965 ഗുജറാത്തിലാണ് സർദേശായി ജനിച്ചത്. മുംബൈ സെന്റ് സേവിയേഴ്സ് കോളേജ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിൽ നിന്നായി തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം 1994 NDTVയിലൂടെയാണ് തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. 2014 ദ ഇലക്ഷൻ ദാറ്റ് ചേഞ്ച്ഡ് ഇന്ത്യ എന്ന പുസ്തകം ഇദ്ദേഹത്തിന്റെ രചനയാണ്. Well done, Ajay Ghosh. Congratulations. You have won ₹25,000 from Mir Realtors. Well done. യജ്ഞത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ പടിവാതിൽക്കലാണ്. And now you have 2 choices. 3 റൗണ്ടുകൾ വിജയിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് താങ്കൾക്ക് വേണമെങ്കിൽ ഈ മത്സരത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്യാം. You can take back ₹10,000 or യജ്ഞത്തിലേക്ക് മുന്നോട്ട് പോകാം. യജ്ഞത്തിൽ നിർദ്ദിഷ്ടമായ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്തെ, ഒരു സംഭവത്തെ താങ്കൾ ആദ്യം വിചാരിക്കണം. അത് കഴിഞ്ഞാൽ നിർദ്ദിഷ്ട വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം വിചാരിക്കണം. എന്തു പറയും? ഞാൻ മുന്നോട്ട് പോയിട്ട് മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? മുന്നോട്ട് പോകുമ്പോൾ താങ്കൾ 50,000, 1,00,000 എന്നിങ്ങനെ മുന്നോട്ട് പോകുന്നു. 50,000-ൽ താങ്കൾ തോൽക്കുകയാണ് എങ്കിൽ യു വിൽ ഗെറ്റ് 5,000. 1,00,000-ൽ തോൽക്കുകയാണ് എങ്കിൽ യു വിൽ ഗെറ്റ് 10,000. മുന്നോട്ട് പോകാം. All the best. Congratulations, my dear friends. യജ്ഞത്തിലേക്ക് അജയ് ഘോഷ് മുന്നോട്ട് കുതിക്കുന്നു. 3 വളരെ ലളിതമായ കാര്യങ്ങളിലൂടെ എന്നെ പരാജയപ്പെടുത്തി. അജയ് ഘോഷിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് യജ്ഞത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് പ്രേക്ഷകരോടുള്ള അടുത്ത ചോദ്യം. അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സായർ ഏത് നദിയുടെ തീരത്ത് നടന്നു? മിടുക്കും ഒത്തുചേർന്ന ഈ
മത്സരാർത്ഥിയോടൊപ്പം യജ്ഞത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ഇടവേളയിൽ യജ്ഞത്തിന്റെ ആദ്യ മേഖലയായ സംഭവത്തിൽ വേണ്ടി ബൗളിൽ നിന്നും ഒരു വിഷയമെടുത്തു, ഒരു സംഭവം മനസ്സിലോർത്തു. രേഖ അത് അപ്രൂവ് ചെയ്യുന്നു. അദ്ദേഹത്തിന് യജ്ഞത്തിന്റെ മാതള ചില്ലയിൽ ഊഞ്ഞാലാട്ടി വിട്ടിട്ടുണ്ട് ആ സംഭവമായിട്ട്. യജ്ഞത്തിന്റെ മാതള ചില്ലയിൽ ആൻഡ് യു ആർ റെഡി ടു ഹെൽപ്പ് ഹിം. യെസ്. ഓൾ ദ ബെസ്റ്റ് അഗൈൻ മിസ്റ്റർ അജയ്. കടക്കും ഏതാനും നിമിഷങ്ങൾക്ക്. അതിനു മുൻപ് മനോഹരമായി പാടുന്നുണ്ട് അജയ് ഘോഷ്. ഏതെങ്കിലും ഒരു 2 വരി വേറെ പാടും. മഴை வருது குடை கொண்டு வா மானே உன் மாறாப்பிலே வெயில் வருது நினைவொன்று தா கண்ணா உன் பேரன்பிலே மழை போல் நீயே பொழிந்தால் தேனே மழை வருது குடை கொண்டு வா மானே உன் மாறாப்பிலே வெயில் வருது நினைவொன்று தா கண்ணா உன் பேரன்பிலே. അജയനാകട്ടെ അജയ് ഘോഷ്. യജ്ഞം. അജയ് ഘോഷ്, താങ്കൾ വിചാരിച്ച സംഭവം നല്ലതെന്നോ മോശമെന്നോ കൃത്യമായി നിർവചിക്കാവുന്ന ഒരു സംഭവമാണ്. അല്ല. അതായത് ചിലർക്ക് നല്ലത്, ചിലർക്ക് മോശം. തീർച്ചയായിട്ടും. ഏഷ്യയിൽ നടന്ന ഒരു സംഭവം. അതെ. ഇന്ത്യയിൽ നടന്ന ഒരു സംഭവം. അതെ. സൗത്ത് ഇന്ത്യയിൽ നടന്ന ഒരു സംഭവം. അല്ല. അതൊരു പൊളിറ്റിക്കൽ ഇൻസിഡന്റ് ആണോ? അതെ. പൊളിറ്റിക്കൽ പ്രേരിതമെന്നും പറയാം. ഐ മീൻ ഒരു രാഷ്ട്രീയ പ്രേരിതമായിരിക്കാം. പൊളിറ്റിക്കൽ ഇൻസിഡന്റ് ആണ് എന്ന് പറയാൻ പറ്റും. രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഈ ഇൻസിഡന്റ്. അത്രേ ഉള്ളൂ. നോട്ട് എ പൊളിറ്റിക്കൽ ഇൻസിഡന്റ്. നോക്കാം. ഏതെങ്കിലും വർഷത്തിന്റെ ആദ്യത്തെ 6 മാസത്തിൽ ഉള്ളിലാണോ ഈ സംഭവം നടന്നത്? അതെ. അതെ. ആണ്. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നടന്ന സംഭവമാണോ? അതെ. 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 2000-ന് ശേഷം നടന്ന സംഭവം? അല്ല. 1980-ന് ശേഷം നടന്ന സംഭവം? അതെ. 1990-ന് ശേഷം നടന്ന സംഭവം? അതെ. 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. ആയിരത്തി 1984-ലാണോ ഈ സംഭവം നടന്നത്? അല്ല. ആഫ്റ്റർ 1990? അതെ. ആണ്. മതപരമായ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു ഈ സംഭവത്തിന്? ഇല്ല. 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 ഈ സംഭവം നടന്നത് നോർത്ത് ഇന്ത്യയിലാണോ? ഐ മീൻ ദ നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യ? നോ. അല്ല. അല്ല. വാസ് ഇറ്റ് എ ലീഗൽ ആക്ട്? ഒരു ആക്ഷൻ? നിയമപരമായ ഒരു നടപടിയായിരുന്നു അത്? അല്ല. ഫ്രം ദ പാർട്ട് ഓഫ് ദ പോലീസ് ഓർ ദ എസ്റ്റാബ്ലിഷ്മെന്റ്? അതെ. 16. ഏതെങ്കിലും പ്രശസ്തനോ പ്രശസ്തയോ ആയ വ്യക്തി ഈ സംഭവവുമായി ഇൻവോൾവ് ആണോ? ഇല്ല. 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 നമ്പർ 17, വെസ്റ്റ് ബംഗാളിലാണോ ഈ സംഭവം നടന്നത്? അല്ല. 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 നമ്പർ 18, ഇത് ഏതെങ്കിലും ഒരു ആക്രമണമായിരുന്നു, ഒരു അറ്റാക്ക് എന്ന് പറയാമോ? അല്ല. നമ്പർ 19, ഭരണഘടനാപരമോ കോൺസ്റ്റിറ്റ്യൂഷണലോ
അല്ലെങ്കിൽ നിയമപരമായ ബില്ലുകളോ അത്തരത്തിലേതെങ്കിലും ആണോ? അല്ല. റിപ്പോർട്ടുകളോ? അല്ല അല്ല. ഇതിന്റെ ഭാഗമായി പുതിയതെന്തെങ്കിലും സൃഷ്ടിക്കപ്പെടുകയുണ്ടായോ? ഇല്ല ഇല്ല. ന്യൂ സ്റ്റേറ്റ്സ് എന്നതുപോലെ പുതിയതായൊന്നും സൃഷ്ടിക്കപ്പെട്ടില്ല. ഇല്ല. അജയ് ഘോഷ് യെസ്, അജയ് ഘോഷ് പറയൂ. പൊഖ്രാൻ രണ്ടാമത്തെ അണുവിസ്ഫോടനം. ബുദ്ധൻ ചിരിക്കുന്നു. ബുദ്ധൻ ചിരിക്കുന്നു. Congratulations, Ajay Ghosh. You have won ₹50,000 from Mir Realtors. കാഴ്ചപ്പാടുകളുടെ വ്യത്യാസം കൊണ്ടാണ്. കാരണം ഒരുപക്ഷെ താങ്കളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ അതൊരു നല്ല സംഭവമാണ് എന്ന കാഴ്ചപ്പാടാകുമായിരുന്നു ഉണ്ടാകുമായിരുന്നു. കാരണം ഭാരതീയന്റെ കാഴ്ചപ്പാടിൽ ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം സക്സസ്ഫുൾ ആയ വിജയകരമായി പൂർത്തിയാക്കിയ ഒരു ദൗത്യം, വിജയകരമായി പൂർത്തിയാക്കിയ ഒരു പരീക്ഷണം എന്ന നിലയിൽ ഭാരതത്തിന് ഒരു അഭിമാനമായിരുന്നു ആ സംഭവം. ലോകരാജ്യങ്ങളിൽ, സാമ്രാജ്യത്വ രാജ്യങ്ങൾ, ശക്തികളുടെ കണ്ണിൽ അതൊരു നെഗറ്റീവ് ഇൻസിഡന്റ് ആയിരിക്കാം, അല്ലേ? പക്ഷേ അതിലിപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മലയാളികൾ, ഇന്ത്യക്കാർ, ഭാരതീയർ എന്നുണ്ട് മാനുഷികർ മൂല്യം വെച്ച് നോക്കുമ്പോൾ നമ്മൾ മനുഷ്യർ എന്നുള്ള രീതി നമുക്ക് ചിന്തിക്കുമ്പോഴത്തേക്ക് ഇത് തീർച്ചയായിട്ടും അത് നല്ലതെന്നോ ചീത്തയെന്നോ എനിക്ക് പറയാൻ തോന്നുന്നില്ല. വസുധൈവ കുടുംബകം എന്ന യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ് എന്ന കൺസെപ്റ്റിൽ തീർച്ചയായിട്ടും ഗുഡ്, ദാറ്റ്സ് എ ഗുഡ് വിഷൻ. നല്ലൊരു കാഴ്ചപ്പാടാണ്. പൊഖ്രാൻ ആണവ പരീക്ഷണം. ഇന്ത്യ 1998 മെയ് മാസത്തിൽ പൊഖ്രാനിൽ നടത്തിയ രണ്ടാമത് ആണവ പരീക്ഷണം. ഓപ്പറേഷൻ ശക്തി എന്നതായിരുന്നു ഇതിന്റെ കോഡ് നെയിം. 1974 മെയ്യിലാണ് ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത്. ബുദ്ധൻ ചിരിക്കുന്നു എന്നതായിരുന്നു കോഡ് നെയിം. 1998 പൊഖ്രാൻ ആണവ പരീക്ഷണത്തിന്റെ വിജയത്തിനു ശേഷം അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യ പൂർണ്ണമായും ഒരു ആണവ രാജ്യമായതായി പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങൾ ലോകം ശ്രദ്ധിക്കപ്പെടുന്നതായിരുന്നുവെങ്കിലും ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടനവധി വാദപ്രതിവാദങ്ങൾ ഇന്ത്യൻ ജനതയിൽ നിന്നും അക്കാലത്ത് ഉണ്ടായി. യജ്ഞത്തിന്റെ അവസാന റൗണ്ടിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്, 1 ലക്ഷം രൂപയുടെ റൗണ്ടിൽ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദ ടൈം ബോംബ് ഹാസ് ബ്ലാസ്റ്റഡ്. ഇവിടെ ബോംബ് ബ്ലാസ്റ്റ് ചെയ്തത് നല്ലതാണോ മോശമാണോ എന്ന് ചോദിച്ചാൽ അതിനും രണ്ട് മറുവശമുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. ആശയപരമായി പരാജയങ്ങളുടെ ഈ ദിവസം ഇന്ന് ലൈറ്റ് വീണത് എനിക്കൊരു പക്ഷേ നല്ലതായിരിക്കാം. വിജയത്തിന്റെ ഈ ദിവസം താങ്കൾക്ക് സമയം അവസാനിച്ചത് മോശമായിരിക്കാം. അമ്മയെ തല്ലിയാൽ 2 പക്ഷം എന്നാണ്, അല്ലേ? ശരി അജയ് ഘോഷ്. വളരെ മനോഹരമായ പോരാട്ടങ്ങളുടെ ദിവസമാണ് അജയ് ഘോഷുമായി മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ അജയ് ഘോഷ് അജയ്യനായി മുന്നോട്ട് പോകട്ടെ എന്ന്. അജയ് ഘോഷിന്റെ കൂന്തൽ കൊണ്ട് പാതി മൂടിയ കണ്ണുകളിൽ ഒരു കുറുക്കന്റെ കൗശലം ഒളിപ്പിച്ചു വെച്ച് നാളെയും മത്സരിക്കാനെത്തും അജയ് ഘോഷ് യജ്ഞത്തിന്റെ 2ാം റൗണ്ടിൽ. അവിടം കൊണ്ട് അവസാനിപ്പിക്കരുത്. രാജസൂയം കീഴടക്കുന്ന മത്സരാർത്ഥിയായി അജയ് ഘോഷ് മാറണം. അജയ് ഘോഷിന് അതിനുള്ള കരുത്ത്, അതിനുള്ള പ്രതിഭാശക്തിയുണ്ട്. അടുത്ത ദിവസം അശ്വമേധം ആരംഭിക്കുമ്പോൾ അജയ് ഘോഷ് ഉണ്ടാകും രാജസൂയത്തിൽ വെന്നിക്കൊടിക്കൂറ പാറിക്കാൻ. അജയ് ഘോഷ് അജയനാകും. കാത്തിരുന്ന് കാണാം. ശുഭരാത്രി ഫ്രം GS.